മോളെ എന്റെ ആരാടി തനി കോണ അറിയും. എനിക്കറിയാലോ, എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. Welcome. Have a lovely stay with us. Thank you. Will you be my Valentine? I'm always your Valentine. അന്നെ കാണാൻ പൂതിണ്ടേനോ, അന്റെ മനസ്സിൽ ഞാനുണ്ടേനോ, അന്നെ കേൾക്കാൻ കൊതിയുണ്ടേനോ. Finally we reached. Oh my god, this is so good feeling. എന്താ ഇതിനു പറയാ? The beauty of Kochi. അന്റെ വാശി കൊണ്ട് പലതും ഞാൻ മറന്നപ്പോ, ഇന്നെന്റെ കലയിൽ ഞാൻ കൺസിസ്റ്റൻസി മറന്നപ്പോ, എല്ലാരും എന്നെ നോക്കി പുച്ച ചിരിച്ചപ്പോ ഒരിക്കലും എന്നെ വിട്ടു പോകില്ലെന്ന് കരുതി. എന്റെ മോത്തെങ്ങാനും തൊട്ടാൽ ഉമ്മ വെച്ച് തൊടാൻ കള്ളപ്പന്നി. ഐ ലവ്ഡ്. ഞാൻ ആരോടത് പറയാ? അല്ല, ആർക്ക് പറഞ്ഞാലും മനസ്സിലാവുക. എന്റെ ഡ്രീമാണത്. പാരീസിന്റെ ഫ്രണ്ട് നമ്മൾ രണ്ടാളും മിസ് ചെയ്യുന്നു. ഐ ലവ് യു. സംതിങ് പേടിയാവുന്ന അറിയില്ല. ഐ ലവ് യു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാണ്ട് നമുക്ക് വന്നു ചേരുന്ന നല്ല രസമല്ലേ അത്. എന്താ പറയാ, എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ്. ഭയങ്കര പമ്പൻ ഗുഡ്. ഇത് നമ്മൾ ഒരിക്കലും മറക്കൂല ഈ ഒരു വാലന്റൈൻസ് ഡേ. സച്ച് എ മെമ്മറബിൾ ഡേ. നമ്മളെ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ പോകെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരുന്ന ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. Each day we are growing together. യെസ്, ടുഗെദർ ഫോർ എവർ ആൻഡ് എവർ. മതിയാവോളം നീ നിറയുന്നേ, ഒഴുകുന്നേ തോരാതെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പിയസ്റ്റ് വാലന്റൈൻസ് ഡേ ഞങ്ങൾ രണ്ടാളുടെയും സൈഡിൽ നിന്ന് ടു യു ഗായ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഡേ ആണ്. അപ്പോൾ നമ്മളുടെ കൂടെ ഈ ഒരു വാലന്റൈൻസ് ഡേ എന്തായി തീരുമെന്ന് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് ഒരുമിച്ച്. യെസ്. പിന്നെ നമുക്ക് ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കയറും. നമ്മുടെ വണ്ടി താഴെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത് ഇവളുടെ ഇഷ്ടത്തിനും ഞാൻ എൻ്റെ ഇഷ്ടത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പർച്ചേസ് ചെയ്യും. നമ്മൾ നൈറ്റ് ആയിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുക എന്തായിരിക്കും എന്ന്. പക്ഷേ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യും. പക്ഷെ ഞങ്ങൾ കാണിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വാങ്ങുന്നത് എന്നുള്ളത്. ബട്ട് ജസ്റ്റ് വി നോ എന്താണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷെ എന്ത് മോഡലാണ് എന്ത് ഡിസൈനാണെന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കില്ല. ലാസ്റ്റ് ആയിരിക്കും കാണിക്കുക. പക്ഷേ യു ഗൈസ് വിൽ നോ ഇറ്റ്. അപ്പോൾ നമുക്ക് പോവാം. കാരണം നമ്മൾ ആസ് യൂഷ്വൽ ലേറ്റ് ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ സ്ഥലത്ത് ഏകദേശം എത്തിയെന്ന് തോന്നുന്നുണ്ട്. ഇതെന്താ സംഭവം? റെഡിയാ വന്നാ വരുന്നുണ്ട്. അപ്പോൾ അതോടെ കാണാം. ഇതാരും വന്നല്ലേ ഇതാണെന്ന് തോന്നുന്നത് ഡാൻസൊക്കെ ചെയ്യാൻ പോകുന്ന ചേച്ചിമാർ. ഇവരിവിടുന്ന് ഡാൻസ് ചെയ്തിട്ടാണ് നമ്മളെ റൂമിലേക്ക് വെൽക്കം ചെയ്യുന്നത്. ഇത് മണിയറയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. Anyways, nice. Swimming pool is right outside is the J Wellness Spa, and in front of J Wellness Spa is our Infinity swimming pool. Both are very good. If you want some massage or something, it will be better to book in advance because we are running full because of Valentine's Day and everything. Okay. This is our Matancheri bar. This is the water. It's a very English feeling bar with wood and furniture is also very Nice. English. Yeah. And we put up some wow. decoration. Nice room. Where to see the dolphins that side? Dolphins even in front of this
Or if you're lucky, when you're looking out, sometimes early morning and all, there's more chance of seeing dolphins. Sometimes when we go on the cruise also, we see dolphins. Welcome. Have a lovely stay with us. Thank you. And your bags will come up. Yeah, sure. Thank you. No, not at Oh! Finally, we reached. Oh my god, this is so good feeling. അത് നമുക്ക് ഡോൾഫിനെ ഒക്കെ കാണാൻ പറ്റിയായിരുന്നല്ലേ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത് പുള്ളിക്കാരി. നല്ല വ്യൂ ഉള്ള റൂമാണ് ഒച്ച നല്ല വ്യൂ ഉള്ള റൂമാണ് കിട്ടിയേക്കുന്നത്. ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് കോർണർ സൈഡ്. സോ ദ വ്യൂ ഇസ് അമേസിംഗ് റൈറ്റ് ഫ്രം ഹിയർ. പിടിച്ചു മനുഷ്യൻ. ഞാൻ സഞ്ജയ് പൂരി വെക്കര പണി. ഇത് കണ്ടോ? ഇതെന്താ? അതൊക്കെ കൈയിട്ട് വരും കേട്ടോ. ഓ, ഇത് ചോക്ലേറ്റ് ആണോ? ഓ, അത് ഇന്ത്യയുടെ ഭൂപടമായിട്ട് നല്ല മണമുണ്ട് കേട്ടോ. എന്തായാലും ഈ എള്ളുണ്ടെന്ന് എനിക്ക് തിന്നണം. ഇവിടെ നിക്ക് അങ്ങനെ പിടിക്കല മൂടിയുമ്പോ തൊട്ടിട്ട് ബേബി ആക്രാന്തം കാണിക്കല്ല. ഇതാണ് ഇവിടെ കൊണ്ടുപോയി. എന്താ പ്രശ്നം? എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? കുറച്ച് ഒച്ചയെ സംസാരിക്കാം, എന്നാലേ കേൾക്കുള്ളൂ. എന്റെ അടുത്ത് ഡോൾഫിനെ തിന്നാൻ കൂടെ കൂട്ടെ എങ്ങനെ നടന്നൊക്കെ അറിയാം. ഇത് കണ്ടോ, കൊറേ കപ്പലുകളൊക്കെ പോകുന്നുണ്ട്. പിന്നെ കടലില് കപ്പലല്ലാതാ. ബട്ട് ഗൈസ്, ട്രസ്റ്റ് മീ, ദിസ് ഈസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ഞങ്ങൾ ഒരിക്കലും ബെസ്റ്റ് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ റൂം ഇറ്റ് സെൽഫ് ഇസ് റിയലി ഗുഡ്. ഇവിടുന്ന് ഭയങ്കര ഒരു വ്യൂ ആട്ടോ കാണാൻ പറ്റും. ഞാൻ ബേബി എന്ത് സാധനം ഇങ്ങനെ വന്ന് കണ്ടാലും ഹാലൂസിനേറ്റഡ് ആവുക. ഓക്കെ, അത് ഡോൾഫിനാണ്. ഞാനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജമ്പ് ചെയ്യുന്നെന്തോ ആ ടൈറ്റ്സ് പോകുമ്പോഴേ ഞാൻ വിചാരിക്കുന്നത് അത് ഇത് ഡോൾഫിൻ ആണെന്നൊക്കെ. ടൈറ്റ്സ് പോകുമ്പോ ചെറിയ ചെറിയ ഉണ്ടകളൊക്കെ ഉണ്ടാവൂല. അങ്ങനെ നമ്മള് റൂമിൽ വന്ന് നമ്മള് ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് നമ്മൾ ഈ മാലയൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. ദിസ് ഈസ് എ മെമ്മറി അല്ലേ ബേബി? ആണ് നമ്മുടെ വാലന്റൈൻസ് ഡേക്ക്. എന്ത് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഹൈറ്റി എന്ന് പറയുന്ന ചായ കുടിക്കാനാണ്. അതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഹൗസ് ബോട്ട് പോലത്തെ. ഹൗസ് ബോട്ടാണോ സ്പീഡ് ബോട്ടാണോ? സ്പീഡ് ബോട്ടല്ല, ഹൗസാ. അപ്പൊ അതിൽ പോകുന്നുണ്ട് കേട്ടോ. അതിനോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. നമ്മളിതുവരെ ഡോൾഫിനെ കണ്ടിട്ടില്ല. ഡോൾഫിൻ നമ്മളുള്ളതുകൊണ്ട് വന്നില്ല എന്നാണ്. ഡോൾഫിൻ തിരക്കായിരിക്കും. വാലന്റൈൻസ് ഡേ അല്ലേ, ഡോൾഫിനും ജീവിക്കണ്ടേ? യുനോ, ഹൈ ടീ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര കൃത്യനിഷ്ഠാണ്. വേറെ ഒന്നും ഫുഡിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠല്ലോ, അത് ആക്രാന്തം എന്നല്ലേ അതിന്റെ പേര്. ഓക്കെ, വാട്ട് എവർ വി കോൾ. എന്റെ മോത്തെങ്ങാനും തൊട്ടാൽ ഉമ്മ വെച്ചോ, പക്ഷെ മോത്ത് തൊടാൻ പാടില്ല, കൈ വെച്ച്. മനസ്സിലായോ? വേഗം കളിക്കല്ലേ മോളെ. എന്റെ ആരാടി തനി കോണ അറിയും. അത് പിന്നെ എനിക്കറിയാലോ, എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. യാ, സോ നമുക്ക് പോയി. നമ്മള് പുതിയ ട്രൈപോഡൊക്കെ വാങ്ങിട്ടോ. നമ്മുടെ പഴയ ട്രൈപോഡ് ഇടിച്ച് തരിപ്പടമായി പോയി. ഡോൾഫിനാ? ഇല്ല, ഹാലൂസിനേറ്റഡ് ആയതാ. ഇവക്കെല്ലാം കണ്ടിട്ട് ഡോൾഫിൻ ആയിട്ടാ തോന്നുന്നത്. നമുക്ക് പോവാ. എന്ത് ചെയ്യാനാ ചേട്ടാ? യാ, അങ്ങനെ എന്താ അവിടെ സംഭവം എന്നറിയോ? നമ്മക്കേ ആരും കേക്കണ്ട. നമുക്ക് ഈ പുഷും പുള്ളും അറിഞ്ഞൂടാ. ഈ നമ്മളെ പറയുന്നില്ല ഞാൻ. ഇല്ലട്ടോ, എനിക്ക് പുഷും പുള്ളും അറിയാം. എന്നാലും ഞാൻ ഇവള് അങ്ങനെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവക്ക് അറിയൂല. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വിളിച്ചൊരു പാട്ട് പാടട്ടെ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ പുഷും പുള്ളും. എന്നിട്ട് ഞാൻ പുഷ് എന്നുള്ളത് ഇങ്ങോട്ടാ വലിക്കുന്നത്, അങ്ങോട്ടല്ല. എനിക്ക് അറിഞ്ഞൂടാ, രണ്ടുപേർക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയാലോ. ടൈം ഫോർ ഹൈ ടീ. ഇതാണ് കേട്ടോ ഹൈ ടീന്റെ സെറ്റപ്പുകളൊക്കെ ഇവിടെ എല്ലാം സെപ്പറേറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ എടുത്ത്, ചായയും പിന്നെ കുറച്ച് കടികളും ഉണ്ട്. ഇതിലിപ്പോൾ എന്തൊക്കെയാണ് ഇതെന്നുള്ളത് അറിയൂല. ബേസിക്കലി എനിക്ക് കള്ളപ്പം അറിയാം. ഇത് കള്ളപ്പല്ലേ ബേബി? വട്ടയപ്പം. ഓക്കെ, വട്ടയപ്പം എങ്കിൽ വട്ടപ്പം കാണിച്ചു തരാം. ഞങ്ങളിവിടെ തിന്ന് തന്നെ വെയിലടിക്കുന്നുണ്ട്. നമുക്ക് വേറെ പ്ലേസിലേക്ക് ഇരിക്കണോ? ഇവിടെ ഇരിക്കാം. വൈകുന്നേരത്തെ വെയിലാണെന്നൊക്കെ. സൺസ്ക്രീൻ ഇടാണ്ട്. ഞാൻ ഇട്ടായിരുന്നു, മോളിട്ടില്ല. യു ലുക്ക് ബ്യൂട്ടിഫുൾ സൺ കിസ്ഡ്. നൈസ്. നീ കിസ് ചെയ്തില്ലല്ലോ. സൺ കിസ് ചെയ്തില്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ കിസ് ചെയ്തില്ലേ? അറിയില്ല, നല്ല രസമുണ്ട്. നമ്മുടെ നമ്മളെ വിഭവങ്ങൾ. ഇതിലേതാ ടീ? അതൊന്നും എനിക്കറിയാൻ പാടില്ല ബേബി. പഞ്ചസാരാണോ മോനെ? ഒരു ഇതിട്ടാ മതി, ഒരു പാക്ക്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? എനിക്ക് അവിടെ ഇരിക്കണെന്തോ നല്ല ഭംഗിയുണ്ടല്ലോ. ഹെയർ ഫ്ലിപ്പ് ചെയ്യട്ടെ. നല്ലത്. ആ സൈഡിൽ സീ ഫുഡിൻ്റെ ഇത് കണ്ട ബേബി,
പഴയ ഒരു കപ്പലിലേക്കൊരു എനിക്കില്ലേ സാൻഡ്വിച്ച് നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ്, നല്ല പ്രീമിയം ക്വാളിറ്റി ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഓളെ വിട്ടിട്ടുണ്ട് ഒന്നും കൂടെ എടുക്കാൻ. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ വാലന്റൈൻസ് ഡേക്ക് ഇവിടെ ഏത് സ്പോട്ടിലാണ് ഞങ്ങൾക്ക് സെറ്റ് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ മാനേജർ വന്നിരുന്നു. ഇപ്പോൾ അവല് സെറ്റ് ചെയ്തത് നമ്മൾ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കാൻ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയി നോക്കണം. ചെന്ന് നമ്മൾ പോയി നോക്കാം. സെറ്റ് ചെയ്യാൻ പോകുന്ന ഇതാണ് കേട്ടോ നമ്മൾ ഡിന്നർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ ലൈറ്റിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇതുവരെ സെറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ഹൗസ് ബോട്ട്. ഇനി നമ്മൾ സൺസെറ്റ് കാണും. ഒരു എത്ര മിനിറ്റ് ഉണ്ടാവും? മേ ബി 45 മിനിറ്റ്. ഒരു 45 മിനിറ്റ്സ് ആണ് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ചുറ്റി കളിക്കും. പിന്നെ നമ്മൾ സൺസെറ്റ് കാണും. പിന്നെ നമ്മളുടെ ഇന്ന് നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. അപ്പോൾ എനിക്കെന്താ പറയണമെന്നാണായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ? ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പേസ് കാട്ടി കൊടുത്ത പോലെ ഞാൻ കാണിച്ചു ഓൾറെഡി. ആണോ? അപ്പോൾ ആ ഒരു സ്പേസ് മൊത്തം നമുക്കായിട്ട് ഇതാക്കി വെക്കുന്നതായിരിക്കും. പിന്നെ ഒരു ബാരിക്കേഡ് വെച്ചെല്ലാം ഞാൻ നല്ല ഇത് ഫുൾ ഡെക്കറേറ്റ് ചെയ്യും. ബാരിക്കേഡ് വെച്ചെല്ലാം റെസ്ട്രിക്ട് ചെയ്യുന്ന പറയുന്നത്. സോ നമ്മൾ മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ. റിയലി എക്സൈറ്റഡ്. ഓ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. പിന്നെതാ ഇവിടെയാണ് നമുക്ക് ഗ്രില്ല് ഫുഡ് ഒക്കെ ഇവിടെയാണ് ഉണ്ടാവാൻ തോന്നുന്നത്. നമ്മുടെ കൊച്ചി മെട്രോ പോകണായിട്ടെ. കൊച്ചി മെട്രോ എവിടെ പോകുന്നത്? ഇല്ല ഇല്ലല്ലോ ഒന്നുമില്ല. എല്ലാം ഓക്കെ. പോർക്ക് ഓക്കെ അല്ല, പോർക്ക് സീഫുഡ് പ്രശ്നം. ഷെഫിനോട് പറഞ്ഞു ഒരു ചെറിയ ചെറിയ പല സാമ്പിളിംഗ് പോലെ നമുക്ക് പലതും ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ പറഞ്ഞു ഷെഫിനെ ഉണ്ടാവും. എല്ലാം ഓക്കെ. എക്സൈറ്റഡ് ഗൈസ്, റിയലി എക്സൈറ്റഡ്. ഇപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് നമുക്ക് നേരെ ഒരു സൺസെറ്റ് കണ്ടിട്ട് വരാം. നമുക്ക് ബോട്ടിന്റെ മുകളിൽ പോട്ടോ. അതല്ലേ വ്യൂ. എന്താ വ്യൂ പറഞ്ഞത്? ഷോർട്സ് അതിലും ഷോർട്സ് എടുക്കണേ, ലോങ് അല്ലാതെ കേട്ടോ. ആഹാ, വാവ് നൈസ്. ഗൈസ് എന്ത് ഇതിന് പറയാ, ദ ബ്യൂട്ടി ഓഫ് കൊച്ചി. നമ്മൾ കുറച്ചായിട്ട് വെള്ളത്തിൽ കുറച്ച് കളി കൊടുക്കുക അല്ലേ? ട്രിവാൻഡ്രത്ത് പോയപ്പോഴും ബോട്ടിംഗ് ആയിരുന്നു. അതിന് മുന്നേ എവിടേക്കോ പോയി വെള്ളത്തിൽ. പക്ഷെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? നല്ല ബോട്ടിംഗ് എക്സ്പീരിയൻസ്. നല്ലൊരു ഈവനിങ്. ഐ ഹോപ്പ് ഓഡിയൻസിനെ കാണാൻ പറ്റുന്നു, ഡോൾഫിനെ കാണാൻ പറ്റും. ഷീ ഈസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ഓഡിയൻസ്. ഈഗർലി വെയിറ്റിംഗ് ഫോർ ഡോൾഫിൻ. ഞാൻ എവിടെയെങ്കിലും ഡോൾഫിൻ ഒട്ടിച്ചെങ്കിലും വെച്ച് കാണിച്ചു കൊടുക്കണം. കേട്ടോ Now that building is the Cochin Port Trust Administrative Wing. Interesting is because the structure of the building is very unique. It's actually made up of 3 different religious institutions. So the bottom half is made to look like a church. See, those are egrets. You have fishing eagles, you have Brahmini eagles. And if you take a look to your right, behind Goshri Bridge, I hope you can see two. അങ്ങനെ നമ്മളൊരു സൂപ്പർ ബോട്ട് റൈഡ് കഴിഞ്ഞ്, ബോട്ടല്ല ക്രൂസ് റൈഡ്. ഒരു പെർഫോമൻസ് ഉണ്ട് കേട്ടോ. റിച്വൽ എന്നാണ് പറഞ്ഞത്. ലൈറ്റൊക്കെ ഓഫാക്കി വിളക്ക് കത്തിക്കുന്ന റിച്വൽ. സോ നമ്മളത് നമ്മളെല്ലാം ലൈറ്റൊക്കെ തല്ലിക്കെട്ടി നമ്മൾ വിളക്ക് കത്തിക്കാം. വിളക്ക് കത്തിക്കാം. ആൻഡ് ദിസ് പ്ലേസ് ഇസ് അവർ ഡിന്നർ പ്ലേസ്. ഇപ്പൊ കാണിച്ചെടുക്കണ്ട, ഇപ്പൊ കാണിക്കേണ്ടതൊക്കെ സസ്പെൻസ് അല്ലേ? നിങ്ങൾ ആദ്യം തന്നെ കാണിച്ചെന്ത് ചെയ്യാം?
ഞാൻ എല്ലാം വിളക്കിൻ്റെ തിരി കത്തിച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഹോട്ടലിൽ ഭയങ്കര ഐശ്വര്യമൊക്കെ ആയിരിക്കും. ഐശ്വര്യവും വെളിച്ചവും തെളിച്ചൊക്കെ ഉണ്ടാവും. ചെയ്യാൻ പിന്നെ നമ്മൾ ഡോൾഫിനൊക്കെ കണ്ടിട്ടോ, നല്ല ഇതില് ഇവള് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ എന്താണ് നിനക്കൊന്ന് കാണുന്നത് ഡോൾഫിനെ. അത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാം കാണണം. അതാണ് ഒരു രസം. കാണണം. Hope you guys will like this video. Yay! Happy Valentine's Day. Happy Valentine's Day, guys. Happy Valentine's Day. Once more, a very big Happy Valentine's Day. ഞങ്ങളും എന്നും ഇതേ സന്തോഷം കൂടുക മാത്രമായി പോകട്ടെ. നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും സന്തോഷം സമാധാനവും എല്ലാം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആമീൻ ആമീൻ. എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ താഴത്തെ അതെ ആ റിച്വല് നമുക്ക് ഭയങ്കര ഒരു ഹോംലി ഫീൽ പോലെ തോന്നിട്ടോ. വീടുകളിലൊക്കെ നമ്മളെ അല്ലേ നമ്മൾ ചെയ്യലില്ല, പക്ഷെ നമ്മൾ കേക്കലൊക്കെ ഉണ്ട്. ഹിന്ദുസിന്റെ വീട്ടിലൊക്കെ അധികം ചെയ്യലുണ്ടല്ലോ ഈ പ്രാർത്ഥനയും പ്രാർത്ഥനയൊക്കെ. അപ്പൊ അതുപോലൊക്കെ തോന്നി, ഭയങ്കര നല്ലൊരു സംഗതിയായിട്ട് തോന്നിട്ടോ. ഇനി നമ്മൾ റെഡി ആവണം. പിന്നെ നമുക്ക് ഇനി ഡിന്നറിന് പോകണം. ഒരു ഗെറ്റ് റെഡി അല്ല അതിന് മുന്നേ കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്തൊക്കെ ഉണ്ട്. 7. അപ്പൊ നമുക്ക് ആ ഡ്രസ് ഇട്ടിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഞങ്ങള് റെഡി ആവട്ടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേറൊരു റൂമിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് തൊട്ടിപ്പുറത്തെ റൂമിലാണ്. നമ്മൾ റൂം ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് സ്വീറ്റ് റൂമാണ്. കുറച്ചും കൂടെ ഒരു വാലന്റൈൻസ് വൈബൊക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കുറേ സംഗതികളുള്ളൊരു റൂമാണ്. ഇവിടെ ഏറ്റവും ലൈക്ക് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ബാൽക്കണിയും ബാത്റൂമുമാണ്. ബാത്റൂമിൽ എന്താ ഹൈലൈറ്റ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും? എനിക്ക് ബാത്ത് ടബ് ഇഷ്ടമാണ്. അപ്പോൾ അതെ വലിയൊരു ഡൈനിങ് ഏരിയ ആണ്. ബാത്ത് ടബില് റോസാപ്പൂ ഇട്ട് ഹാർട്ടൊക്കെ വരുന്ന അതാണ് ഇവക്ക് ഇത്ര ഇഷ്ടം. അത് നിനക്ക് ഇഷ്ടമല്ലേടി? എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പക്ഷെ വേവിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കണ്ടിട്ട്. അപ്പൊ അതെ ഇവിടെ ഒരു നല്ലൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് താഴോട്ട്. അവിടെയാണ് നമ്മളെ ഡിന്നർ, കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉള്ളത്. ആ സൈഡിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ നല്ല ഇടിവെട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകും. ഇടിവെട്ടാവോ? പിന്നെ അതെ നമ്മളുടെ ബെഡ്റൂം ഇങ്ങോട്ടാണോ കയറുന്നത്. ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഡൈനിങ് ഹാളിൽ. അപ്പോൾ ഇവിടെ നമ്മളുടെ ബെഡ് ഉണ്ട്. ഇത് ഫുള്ള് നേരത്തെ പോലെയുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഒറിജിനലാണോ നോക്കട്ടെ. ഒറിജിനൽ റോസാപ്പൂവാ. ഒറിജിനലാ? ഏതാ റോസാപ്പൂ? അത് ഒറിജിനലാ. പിന്നെ ഇവിടെ നമ്മുടെ വാഷ്റൂം ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഇത് കാൻഡിൽ. Will you be my Valentine? I'm always your Valentine. അയ്യോ ഇപ്പം ഇത് ഞാൻ അങ്ങോട്ടല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ വിളിയിരിക്കുന്നത്? ഇരിക്കൂലല്ലോ, ഞാനെങ്കിലും ഇരിക്കട്ടെ. Will you be my Valentine? ദീർഘശ്വാസം വലിക്കണ. ഇതാണ് ഇവളെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. ഇവളന്ന് രാത്രി നമുക്ക് ഇവിടെ ടബിൽ കാണാം. അപ്പൊ നീ വരൂല? ഞാൻ വരൂ. അല്ല മോളെ സ്പെഷ്യൽ ആയിട്ട് എന്റെ കൂടെ വരുവോ ആട് മേയ്ക്കാൻ? ഉറപ്പായിട്ട് വന്നല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ മുക്കും. ഇനി നീ പെട്ടുപോയെന്ന് പറ. ഒരു പെട്ടുപോയി പറഞ്ഞതിന് ആൾക്കാർ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കണേർന്ന്. ഇത് കണ്ടോ, ഇത് അടിപൊളിയല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഫുൾ സ്റ്റോറേജ് ആണ്. നമുക്കിടെ 2 ബാത്റൂം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീടൊക്കെ പോലെ ഉണ്ട്. ഒരു വീട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഞാൻ ഒരു സ്വീറ്റ് റൂം ആക്കിയ പോലെ ഉണ്ട്. ഭയങ്കര നൈസ് പരിപാടി കേട്ടോ. ഇതാണ് നമുക്കൊന്നും കൂടി ഇഷ്ടമായത്. ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇനി ഞങ്ങളൊരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ പോവാണ്. നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ. ഗെറ്റ് റെഡി. എടുക്കാത്ത അൽക്കുലത്തെ പരിപാടികളില്ല. യെസ്. ക്യാൻഡിൽ ഒന്ന് ലിറ്റ് ചെയ്യട്ടെ. അവിടെ താഴത്തെ ദീപം കൊളത്തി എൻ്റെ പൊലിവാണ്. ഫുള്ള് ദീപമായി. അല്ലോ ഇപ്പൊ ഭയങ്കര മെമ്മറബിൾ ആയി പോയേട്ടാ. മെമ്മറി ആയി പോയേനോന്നൊക്കെ. പുള്ളിയാ ഫൈനലി ദ ക്യാൻഡിൽ ഈസ് ലിറ്റ്. ഒന്നും കൂടെ ഉണ്ടാവുമ്മേ? അല്ലോ അത് എന്നെ കൊണ്ടാവുന്നില്ല, ഞാൻ പോട്ടെ.
ഫസ്റ്റ് ഞാൻ തുറന്നു തന്നെ. തുറന്നു തന്നാ മതി. Will you be my Valentine? അതാ നീ അങ്ങനെ വന്നു. How is it? So nice. രസല്ലേ? Nice. Nice. ഇഷ്ടായോ? ഇഷ്ടായി. നല്ലൊരു റിങ്. കയ്യില് നന്നായിട്ട് പോകും. I love you. എനിക്ക് സത്യം എനിക്ക് പേടിയാവുന്നൊന്നും അറിയില്ല. ഞാൻ തരട്ടെ? Okay, yeah. I'm excited. ഞാൻ ഇങ്ങനെ കയ്യിലിട്ട് വരും. നോക്കല്ലേ ഇപ്പൊ ഞാൻ ഇട്ടുണ്ട്. നോക്കല്ല. കഴിഞ്ഞോ? ഇല്ല. Oh. Wow, nice. ഇഷ്ടായോ? ഇഷ്ടായി. നോക്കട്ടെ. രസമുണ്ട്. നല്ല രസമുണ്ട്. ബേബി എനിക്ക് ഭയങ്കര നെഞ്ചെടുപ്പ്. എനിക്ക് എന്താ അറിയത്തില്ല സത്യം. ബേബിക്ക് ഉണ്ടായിരുന്ന എനിക്ക് ഐ എം ഹാപ്പി ആക്ച്വലി. തോന്നുന്നു എന്തോ ഭയങ്കര എന്തോ ടെൻഷനായി പോയി ഞാൻ. എന്താണ് ബേബിക്ക് സംഭവ ബഹുലമായ ദിവസത്തെക്കുറിച്ച് പറയാനുള്ളത്, ദിവസത്തിൽ പറയാനുള്ളത്? പെട്ടെന്ന് കല്യാണം കഴിക്കണം തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്, തോന്നായികയില്ല. യു ലൈക്ക് ദ ഗിഫ്റ്റ്? ഹൗ വാസ് ഇറ്റ്? ഞാൻ കളയില്ല കേട്ടോ, മറ്റേത് കളഞ്ഞ പോലെ. Yeah. നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ആവുന്നു, കൈ വരക്കുന്നത്. I love you. चलो to us. To us. നമുക്ക് ലെറ്റർ ഉണ്ട് ഗൈസ്. For us. Yes. ബേബിന്റെ കൈ വരക്ക് നോക്ക്. അന്തേ എനിക്കറിയില്ല ഗൈസ്, കൈവറ. I loved it. ഞാൻ ആരോടത് പറയാ? അല്ല, ആർക്ക് പറഞ്ഞാലും മനസ്സിലാവുക. അതാ തുറക്കാം. നിക്ക് ഒരു മിനിറ്റ്. അത് Cheers. Cheers. പോയാ. Cheers. ഇത് താജിലെ A little love letter to Adila with lots of love. You both are the best couple I have ever seen. A little love letter to Noora with lots of love. You both are the best couple I have ever seen. Nice. ഇത് കറക്റ്റ് ബേബി അവിടെ ഞാനിവിടെ വന്നിരിക്കുകയും ചെയ്തു അല്ലേ? കറക്റ്റ് നമ്മളെ കയ്യിലും വന്ന്. കളയരുതേ. പറഞ്ഞോയാ ഇതല്ല, നോക്കട്ടെ. നല്ല രസമല്ലേ? ഞാൻ ഈ കയ്യിലിടിക്കാത്തത് അതാ. ഞാൻ അവിടെ വെച്ച് ബേബിനോട് ഈ കയ്യിൽ അളവ് താക്കിയത്. ഇത് ബേബിനെ പ്രപ്പോസ് ചെയ്യുമ്പോ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ വെഡിങ്. അതായത് ഞാൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ ബേബിക്ക് ഇട്ടായിരുന്നു. എനിക്ക് അങ്ങനെ നമ്മുടെ അത്ര ആ ഒരു ഭയങ്കര ലൈഫിൽ ഏറ്റവും നമ്മുടെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു റിങ് എൻ്റെ ഈ കയ്യിൽ പോയാൽ മതി. I'm also waiting. ഇത് പക്ഷേ വേറൊരു മോഡൽ കേട്ടോ, നല്ല രസമുണ്ട്. ഇത് ഞാൻ എടുക്കാൻ പോയി. ഇങ്ങനെയൊക്കെ. What do you feel about this day? നാല് വർഷമായല്ലേ? പക്ഷെ പെട്ടെന്ന് പോയ പോലെ എന്താ പറയാ, ബേബിക്ക് ഇഷ്ടായോ? പിന്നല്ലാണ്ട്. ഞാൻ പണ്ട് It's like a dream for me. ഇവിടെ വേറെ ഇങ്ങനത്തില്ല. ഞാൻ പണ്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ അതേപോലെ ഇല്ലേ? ചിലത് മൈൻഡിൽ എപ്പോഴേലും ഒരു ഡ്രീമായിട്ട് നിന്നത് ലൈഫിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഫുൾഫിൽ ആവുമ്പോൾ എന്തോ ശരിക്കുള്ള ആളാ എന്തൊരു സംതിങ് അൺഎക്സ്പെക്റ്റഡ് അല്ലേ? എല്ലാത്തിനും അതിനുള്ള സമയം. പറ്റുന്ന നമുക്ക് മുന്നേ ഭയങ്കര ഇതായിരുന്നല്ലോ, ഗോൾഡ് വേണം, സേവ് ചെയ്യണം.
നമുക്ക് നല്ല മനപ്പുറത്താണ്. ഞാൻ ഇൻഫിനിറ്റി ആയിരുന്നു ചൂസ് ചെയ്തത്. ഇത് കൈൻഡ് ഓഫ് ഇൻഫിനിറ്റി ആണ് അല്ലേ? ഇത് കൈൻഡ് ഓഫ് ഇൻഫിനിറ്റി ആണ്. I love you. എന്താ ബേബിക്ക് പറയാനുള്ള? എനിക്കെന്താ പറയാൻ അറിയില്ല. നമുക്ക് ഈ വർഷം പാരീസ് പോകണം. മൈ ഗോഡ്, ഞാൻ കരയും. കരയാനാണ് പോണ്ട. എൻ്റെ ഡ്രീമാണത്. പാരീസിന്റെ ഫ്രണ്ട് നമ്മൾ രണ്ടാളും കിസ് ചെയ്യുന്നത്. അതായത് പാരീസിന്റെ ഫ്രണ്ടിലല്ല, ഐഫിൽ ടവറിന്റെ ഫ്രണ്ട്. ഞാൻ പാരീസിന്റെ ബോർഡറിന്റെ ഫ്രണ്ടിലാണ്. നല്ല രസമുണ്ട് കേട്ടോ. അടുത്ത വാലന്റൈൻസ് ഡേ എന്താ ചെയ്യേണ്ടത്? അടുത്ത വാലന്റൈൻസ് ഡേ എനിക്ക് നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യണ്ട. ഐ വോണ്ട് ടു ഗോ സംവെയർ. ഒരു ട്രിപ്പ്, അതായത് സംവെയർ വെരി ബ്യൂട്ടിഫുൾ, വെരി സ്പെഷ്യൽ. നമ്മളുടെ രണ്ടാളുടെ ഒരു ഡ്രീം പ്ലേസ് പോലത്തെ ഒരു സ്ഥലമായിരിക്കണം അത്. ആലോചിക്ക്, ലൈക്ക് നമുക്ക് ഇത്ര ഓപ്പൺലി ലവ് എക്സ്പ്രസ് ചെയ്യാൻ ഹൗ മച്ച് കറേജ് വി ഹാവ്. മറ്റുള്ള ആൾക്കാരെന്ത് ബോധർ ചെയ്യുന്നെന്ന് ആലോചിക്കാതെ ഇപ്പം ചുറ്റും പല ആൾക്കാരും നിൽക്കുന്നുണ്ട്. ഡോണ്ട് കെയർ. നമ്മൾ നമ്മുടെ ലൈഫ് നോക്കി ആരും ഉപദ്രവിക്കാതെ നമ്മളുടെ രീതിക്ക് നമ്മൾ ജീവിക്കുന്നു. ഐ ലവ് യു. എത്ര കഴിക്കാൻ ഇഷ്ടം? അടച്ചോനെ ചാടിയല്ല. എത്ര കഴിക്കാൻ ഇഷ്ടം? ബേബി, എനിക്ക് ബേബീനല്ലേ ഇഷ്ടമുള്ളൂ. ബേബി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന? ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല. സോ ബ്യൂട്ടിഫുൾ. അപ്പൊ നീയോ? നീ എന്റേതല്ലേ? നീ എൻ്റെ തന്നെ. അങ്ങനെ ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ഇവിടെ നനങ്ങാത്ത പ്രതിമയായ ബേബി. ഓളൊക്കെ All the nights. all nights twinkling like the twinkle stars. നല്ല വൈബാട്ടോ. അതാ ഞാനിങ്ങനെ ബ്ലിങ്കസി ആയിട്ടിരിക്കും. നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ക്ഷീണിച്ചത്. കുറേ ഫോട്ടോസ് എടുത്ത് നമ്മളാണെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ശരിയാവുന്നില്ല. പിന്നെ ഒരു പയ്യൻ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടോ. അവിടെ നിന്റെ റിങ് കാണിച്ചു കൊടുക്കും. ഞാൻ കൊല്ലും റിങ് എങ്ങാനും നശിപ്പിച്ചാൽ. ഇതിനെ കൊല്ലനും ഞാൻ ചാവണി. ഞാൻ കാണിച്ചു കൊടുക്കാം ദൂരത്ത. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാണ്ട് നമുക്ക് വന്നു ചേരുന്ന നല്ല രസമല്ലേ അത്. എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ്. യെസ്, ഭയങ്കര ബമ്പൻ ഗുഡ്. ഇത് നമ്മൾ ഒരിക്കലും മറക്കൂല ഈ ഒരു വാലന്റൈൻസ് ഡേ. സച്ച് എ മെമ്മറബിൾ ഡേ. ബേബിക്ക് എന്തൊന്ന് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ, എനിക്കിന്ന് എന്താ പറയുക, ഭയങ്കര നല്ല രസമായിട്ട് തോന്നി. ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര ഒരു ബേബിക്ക് ഗിഫ്റ്റ് തരുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫീലിംഗ് വരുമ്പോൾ എനിക്ക് അതാണ് എൻ്റെ മനസ്സിൽ. ഇപ്പം ഞാൻ ബേബിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ കയ്യൊക്കെ ഞാൻ നോക്കുമ്പോൾ ഷിവർ ചെയ്യുക. ഞാൻ വിചാരിക്കുമ്പോൾ എന്തിനാ ഷിവർ? ഷീ ഷുഡ് ബി ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ബട്ട് ആ ഒരു പേടി എന്തൊക്കെ, പേടിയല്ല, ഒരു ടെൻഷൻ. ടെൻഷൻ അങ്ങോട്ട് അടിച്ചെനിക്ക്. പക്ഷെ ഭാഗ്യത്തിന് അവൾക്ക് ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളോട് പറയുന്നതായിരിക്കും. കാരണം നോക്കി ബേബി ഷാമ്പയിൻ പറഞ്ഞ ചമ്പറൂട്ടനായ
ഇഷ്ടമായില്ലെങ്കിൽ അവൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും പറയും. കൂടിപ്പോയ 2 ദിവസം അതിനുള്ള അവൾ പറയും. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിക്കോ ബേബി, ഇതുവരെ വാങ്ങി തന്നതിൽ ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞിക്കോ? എന്നാലും ബേബി ചെറുതായിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട് മുന്നേ. വാങ്ങി തന്ന അങ്ങനത്തതല്ല. ബേബിക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാൻ ബേബി ആദ്യമാണെന്ന് പറയും. പിന്നെ ബേബി പറയും പിന്നെ ബേബി വാങ്ങി തന്നല്ലേ, അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാൻ ആകെ പറഞ്ഞത് കമ്മലിൻ്റെ കാര്യമാണ്. കമ്മല് എനിക്ക് ലൈക്ക് ബേബി എന്താ പറയുന്നത് ബട്ടർഫ്ലൈൻ്റെ വാങ്ങി തന്നപ്പോൾ എനിക്ക് ആക്ച്വലി ബട്ടർഫ്ലൈൻ്റെ വലിയ താല്പര്യമൊന്നുമില്ല. അത് റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് കമ്മലുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സ്റ്റഡ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ എനിക്കിഷ്ടം. അത് മാത്രമേ ഞാനൊരു കുറ്റം പറഞ്ഞല്ല, ബട്ട് ഒരു ഒപ്പീനിയൻ. അപ്പം അത് ഞാനൊരു ഇമോഷണൽ ജീവി ആയതുകൊണ്ട് തന്നെ വല്ലാതെ ഉലട്ട് നീ അങ്ങോട്ട് ഉലട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു റീലിൻ്റെ ഇതിൽ കണ്ടിട്ടോ, എൻ്റെ ഇവളുടെ ലവ് ലാംഗ്വേജ് ഇറിറ്റേറ്റിംഗ് ഈച്ച് അതർ ആണെന്നുള്ളത്. അപ്പം ഞാനിന്ന് അവളോട് ചോദിച്ചു അങ്ങനെ ബേബി എന്ന്. അപ്പോൾ അവൾ പറഞ്ഞ് അവളുടെ ഇറിറ്റേറ്റിംഗ് ആണ്, എൻ്റെത് ഉമ്മ കൊടുക്കലാണ് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഉമ്മ തരുന്നൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ എപ്പോഴും അടിക്കൂലേ, ഓളെ അടിക്കും അല്ലെങ്കിൽ ഞാൻ കടിക്കും, അല്ലെ ഉമ്മയൊക്കെ തരൂല്ലേ. ഞാൻ ബേബിനെ തല്ല് കൂടൂലേ, ഞാൻ ഉമ്മ തരൂലേ. ഉമ്മ തന്ന് ഇറിറ്റേറ്റ് ആവൂ. ഇറിറ്റേറ്റ് ഒന്നും ആവൂല. ഉമ്മ തന്ന് അവള് ഇറിറ്റേറ്റ് ചെയ്യത്തില്ല. അവള് കാട്ടിട്ട്. അപ്പൊ എനിക്ക് തന്നെ അറിയാം ഇറിറ്റേറ്റ് ആണ് ഇത്ര ഉമ്മ തരല്. പക്ഷെ എനിക്ക് നിന്നെ ഉമ്മ തരാലോ, എനിക്ക് നിന്നെ എന്ത് വേണേലും കാട്ടാലോ. പക്ഷെ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്താൽ തിരിച്ചു അത് കോൺസിക്വൻസസ് ഉണ്ട്. പക്ഷെ അത് എനിക്കെന്താ അറിയില്ല, എനിക്ക് അവള് എനിക്കൊരു ഇതുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരും കൊടുക്കൂ. അല്ല, നമ്മൾ ആദ്യത്തെ വാലന്റൈൻസ് ഡേ ഒക്കെ ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ, നമ്മൾ ചെറുതായിട്ടൊക്കെ ആഘോഷിക്കും, വലുതായിട്ടൊന്നും ആഘോഷിക്കൂല ഞങ്ങൾ. അങ്ങനെ വാലന്റൈൻസ് ഡേ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കുക, അത്രയൊക്കെ ഉണ്ടായുള്ളൂ. നമ്മൾ മെയിനായിട്ട് അങ്ങനെ ഒന്നും ചെയ്യൊന്നുമില്ല. ഞാൻ ഇവിടെ വെക്കാം, ഇവിടെ വന്നിരുന്നോ. ലൈക്ക് വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് ഞങ്ങൾ മെയിനായിട്ട് അങ്ങനെ ഓവർ ആഘോഷിക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലേ ബേബി മുന്നേ. പക്ഷേ ഇപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾഡ് വാങ്ങിക്കൊടുത്തു. സോ വി ആർ റിയലി പ്രൗഡ് ഓഫ് അവർ സെൽഫ്സ് ബിക്കോസ് നമ്മളെ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ പോകെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഈച്ച് ഡേ വി ആർ ഗ്രോയിങ് ടുഗെദർ. യെസ്, ടുഗെദർ ഫോർ എവർ ആൻഡ് എവർ. ഇനി ഒരുപാട് ഹൈറ്റിലെത്തട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം, ഞങ്ങളും പ്രാർത്ഥിക്കും. നിങ്ങളെ പ്രാർത്ഥനയെ ഞങ്ങളെ ഉൾപ്പെടുത്തണം. ഓക്കെ. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ രാവിലത്തെ. അപ്പം നമുക്ക് കഴിക്കാൻ പോവാം ബേബി. അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ടുഡേ വി ആർ ഗോയിങ് ബാക്ക് ഹോം. യെസ്, വളരെ അധികം വേഗമായിരുന്നു കഴിഞ്ഞതൊക്കെ. വേഗം കഴിഞ്ഞോട്ട്. അങ്ങനെയാണല്ലോ നമ്മൾ എൻജോയ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ആസ്വദിച്ച് എവിടെ നിൽക്കുന്നു, അതൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. വീട്ടിൽ പോകണ്ടേടി? വീട്ടിൽ പോകണ്ട എനിക്ക്. പിന്നെ ലിപ്സ്റ്റിക്ക്, എനിക്ക് ലിപ്സ്റ്റിക്ക് വേണോ? ല്ലേ അത് പറഞ്ഞിട്ട് തന്നെ ഇതാക്കാലോ അല്ലേ. ഇനി അതിലോട്ട് ഉന്തിയിട്. ഞാൻ പോണത് പോട്ടെ, മൈക്കൊക്കെ പോയാലാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇതുവരെ ഉള്ളൂ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എൻജോയ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. എന്നിട്ട് കണ്ടാ മതി, അല്ലാണ്ട് കണ്ടാലുണ്ടല്ലോ ഓടിച്ചിട്ടു പോടി. ഓക്കെ, ബൈ ബൈ. ഒന്നും കൂടെ ഹാപ്പി വാലന്റൈൻസ് ഡേ പറയട്ടെ. അപ്പോൾ ഒന്നും കൂടെ ഹാപ്പി വാലന്റൈൻസ് ഡേ ഗൈസ്.